ഇന്ന് നമുക്കൊരു ലഞ്ച് റെഡിയാക്കിയാലോ? അതിന് ആദ്യം തന്നെ ചോറ് റെഡിയാക്കാം. ഒരു കറി നമുക്ക് വെജിറ്റബിൾ തീയലുണ്ടാക്കാം. അതിന് 1 കപ്പ് തേങ്ങ എടുക്കാം. ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ തേങ്ങയിലേക്ക് 4 ചെറിയ ഉള്ളിയും കുറച്ച് പിഴുപുളിയും ചേർക്കുക. ലോ ടു മീഡിയത്തിൽ വെച്ച് വേണം ഈ തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാൻ. തേങ്ങ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ടത് കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടും. തേങ്ങ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത്രയും മൂത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നല്ലതുപോലെ 2 മിനിറ്റ് മിക്സ് ചെയ്യുക. കരിയാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഇരിക്കണം തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി അല്പം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. തക്കാളിക്ക, സവാള, മുരിങ്ങയ്ക്ക, പയറ്, വഴുതനങ്ങ, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, വലിയ ചേമ്പ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് വേവാൻ ആവശ്യമായ വെള്ളവും ചേർക്കാം. അടച്ചു വെച്ച് വേവിക്കാം. കറി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ലോ ടു മീഡിയത്തിൽ വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിരുന്ന് കറി വേവുമ്പോഴാണ് തീയലിന് നല്ല രുചി കിട്ടുന്നത്. ഇപ്പോൾ കറി റെഡിയായി. ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. തേങ്ങ വറക്കുമ്പോൾ കരിയാത്തത് കൊണ്ടാണ് തീയലിന് നല്ല കളർ കിട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറിക്ക് നല്ല കളറ് കിട്ടും. ഇത് കറിയിലേക്ക് ചേർത്തതിന് ശേഷം കറി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ തീയൽ റെഡിയായി. ഇനി നമുക്കൊരു തോരൻ റെഡിയാക്കാം. അതിനുവേണ്ടി തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ജീരകവും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് കറിവേപ്പിലയും ചേർത്ത് ഈ തേങ്ങാ മിക്സും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് കുറച്ച് പയറും കുറച്ച് ക്യാരറ്റും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തോരൻ അങ്ങനെ റെഡിയായി. ഇനി ഒരു സിമ്പിൾ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അവസാനം കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കറികളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചോറും റെഡിയായി. ഇന്നത്തെ ലഞ്ചിന് റെഡിയാക്കിയ തീയലും തോരനും മെഴുക്കുവരട്ടിയും റെഡിയായി. കറികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് വിളമ്പിയാലോ?
അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കുറച്ച് മോരും കൂടി ഒഴിക്കാം. തീയലും മോരും അടിപൊളി കോമ്പിനേഷനാണ്.